നാസീസും എഐയും കാരറ്റ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ? ഇവിടെ എഐ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, എയർക്രാഫ്റ്റ് ഇന്റർസെപ്ഷൻ, അതായത് വിമാനങ്ങളെ തടയാനുള്ള ടെക്നോളജി. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജർമ്മൻ വിമാനങ്ങൾ ബ്രിട്ടനിൽ രാത്രി ബോംബ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിനെ തടയാൻ ബ്രിട്ടീഷുകാർ അവരുടെ നഗരങ്ങളിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. കൂടാതെ ഓൺബോർഡ് റഡാർ ടെക്നോളജി എന്ന സീക്രട്ട് വെപ്പണും ഇറക്കി. ഈ കൂരിരുട്ടിലും ബ്രിട്ടീഷ് പൈലറ്റ്സ് ജർമ്മൻ വിമാനങ്ങളെ കൃത്യമായി വെടിവെച്ചിട്ടപ്പോൾ ഈ ടെക്നോളജി പുറം ലോകം അറിയാതിരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കള്ളക്കഥയുണ്ടാക്കി. തങ്ങളുടെ പൈലറ്റ്സിന് സൂപ്പർ ഹ്യൂമൻ നൈറ്റ് വിഷൻ ഉണ്ട് എന്നുള്ള കള്ളം. ഈ കഥയിലെ മെയിൻ ആള് ജോൺ കണ്ണിങ്ങാം ആയിരുന്നു. അദ്ദേഹം 20 വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത്. അതിൽ 19 എണ്ണവും രാത്രിയായിരുന്നു. അതോടെ അദ്ദേഹത്തിന് കാറ്റ്സ് ഐ എന്ന പേര് കിട്ടി. പൈലറ്റ്സ് നന്നായി ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ടാണ് ഈ കാഴ്ചശക്തി കിട്ടിയത് എന്ന് അവിടുത്തെ ഗവൺമെന്റ് പത്രങ്ങൾ വഴി സ്പ്രെഡ് ചെയ്തു. ഈ വാദത്തിന് പിന്നിലെ സയൻസ് പൂർണ്ണമായും തെറ്റല്ല. ക്യാരറ്റിലെ ബീറ്റ കരോട്ടിൻ നമ്മുടെ ശരീരം വൈറ്റമിൻ എ ആയി കൺവേർട്ട് ചെയ്യും. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകും. ക്യാരറ്റ് കഴിക്കുന്നത് ഇത് ഒഴിവാക്കാൻ സഹായിക്കും. എന്നാൽ നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾ എത്ര ക്യാരറ്റ് കഴിച്ചാലും നിങ്ങൾക്ക് ഒരു റഡാർ വിഷൻ ഒന്നും തരാൻ പോകുന്നില്ല. ഭക്ഷണം റേഷനായ കാലഘട്ടമായതുകൊണ്ടാണ് ഈ മിത്ത് ഇത്രയ്ക്കധികം സ്പ്രെഡായത്. പഞ്ചസാരയ്ക്കും ബട്ടറിനും ക്ഷാമം വന്ന കാലത്ത് സ്വന്തം പറമ്പിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ഡിഗ് ഫോർ വിക്ടറി എന്ന ക്യാമ്പയിൻ സർക്കാർ ശക്തമാക്കി. 1942 ആയപ്പോഴേക്കും ബ്രിട്ടനിൽ 1 ലക്ഷം ടണ്ണിൽ കൂടുതൽ ക്യാരറ്റ് ഉൽപ്പാദിപ്പിച്ചു. രാത്രിയിൽ കാഴ്ച കിട്ടാൻ ക്യാരറ്റ് നല്ലതാണെന്നുള്ളത് ഡോക്ടർ ക്യാരറ്റ് പോലെയുള്ള കാർട്ടൂൺ ക്യാരക്ടർ വഴി ജനങ്ങളെ വിശ്വസിപ്പിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്യാരറ്റ് കഴിച്ചാൽ കാഴ്ചശക്തി കൂടുമെന്നുള്ള മിത്ത് വെറും ഒരു ന്യൂട്രീഷണൽ അഡ്വൈസ് മാത്രമായിരുന്നില്ല, അത് യുദ്ധകാലത്തെ സ്ട്രാറ്റജിക് പ്രൊപ്പഗണ്ട കൂടിയായിരുന്നു.